നമുക്കൊരു തോരൻ ഉണ്ടാക്കിയാലോ? പ്ലാവില വെച്ചിട്ട് നല്ലൊരു തോരൻ. പ്ലാവിലയോ എന്ന് കേൾക്കുമ്പോൾ നെറ്റിയൊന്നും ചുളിക്കണ്ട, നല്ല സ്വാദുള്ള ഒരു തോരനാണിത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റ് മാത്രമല്ല, വളരെയേറെ ഗുണമുള്ള ഒരു തോരനാണ്. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഞാനതിന് തളിരിലയാണ് എടുത്തിട്ടുള്ളത്. പ്ലാവിൻ്റെ തളിരിലയാണ് കേട്ടോ ഇത്. ഏറ്റവും ആദ്യ ഭാഗത്ത് കാണുന്ന ആ തളിരിലയാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ കൈ കൊണ്ട് അമർത്തുമ്പോൾ അത് നല്ല പോലെ സോഫ്റ്റ് ആയിരിക്കണം. മൂത്ത ഇല പാടില്ല. നല്ല തളിരിലയാണ് നമ്മൾക്കിതിന് ആവശ്യം. അപ്പം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളതാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അത്രയും ചെറുതായിട്ട്, നമുക്ക് എത്രത്തോളം ചെറുതായി എടുക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പ്ലാവില വളരെയേറെ ഗുണമുള്ള ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ. വയറൊക്കെ കുറയ്ക്കാനും നമ്മുടെ തടി കുറയ്ക്കാനും മേഹം കുറയ്ക്കാനും ഒക്കെ ഇത് വളരെ ഗുണം ചെയ്യും. മാത്രമല്ല, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് ഈ പഴുത്ത പ്ലാവില ഇട്ട വെള്ളം തിളപ്പിച്ചിട്ട് അവർക്ക് കുളിക്കാൻ കൊടുക്കാറുണ്ട്. നമ്മുടെ അമ്മമ്മമാരൊക്കെ പഴുത്ത പ്ലാവില ഉണക്കിയിട്ട് കരിച്ചെടുക്കും. എന്നിട്ട് അത് പല്ല് തേക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പം കാലിനോ കൈകൾക്കോ ഒക്കെ നീര് വന്നാൽ അത് പ്ലാവില വെള്ളം ഇട്ട് തിളപ്പിച്ചിട്ട് അതിനെ കൊണ്ട് മുക്കി പിടിച്ചിട്ട് ആ നീര് കളയാറുണ്ട്. അപ്പോൾ പ്ലാവില കൊണ്ട് വളരെയേറെ ഉപയോഗമാണ്. നമ്മൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾക്കൊക്കെ പ്ലാവില ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പ്ലാവില തോരൻ വെച്ച് കഴിക്കുന്നത് നമ്മുടെ പ്രമേഹമൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. ഇപ്പോൾ വയറൊക്കെ കുറയ്ക്കാനും ഒക്കെ നല്ല പോലെ ഉപകരിക്കുന്ന ഒരു ഇലക്കറിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ ഇത് ഉണ്ടാക്കി നോക്കും. വളരെ ടേസ്റ്റുള്ള ഒരു തോരൻ തന്നെയാണിത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് ചെറുപയറാണ്. വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് ഒരു 2 മണിക്കൂർ എടുത്തു വെച്ചാൽ ഇതുപോലെ ചെറുതായിട്ട് മുള വരും. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായിപ്പോയി. അപ്പോൾ ഇനി അത് പൊട്ടി വരട്ടെ. പൊട്ടി വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പ്ലാവില ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾക്കിതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഒരു 2-3 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചാൽ തന്നെ ചെറുതായിട്ട് മുള വരും ചെറുപയറിന്. അപ്പം അങ്ങനെയുള്ള ചെറുപയർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഗുണകരം. പ്രോട്ടീനൊക്കെ ധാരാളം അടങ്ങിയതാണ്. ഇരുമ്പ് സത്തും ഒക്കെ ധാരാളം അടങ്ങിയതാണ് ചെറുപയറിന്. ചെറുപയറും അധികം കഴിക്കുന്നത് നല്ലതാണ്. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു 2 സ്പൂണ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് നമ്മൾക്കിത് വേഗം വയ്ക്കാം. അതിനുശേഷം നമ്മൾക്കിത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തോരൻ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 2 പിടി തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും 2 വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞളും ഇട്ട് ഞാനൊന്ന് ചതച്ചെടുത്തതാണിത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്കിത് മൂടി അടച്ച് വെച്ച് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അധിക വീടുകളിലും ഉണ്ടാവുമല്ലോ പ്ലാവ്. അപ്പോൾ അതിൻ്റെ തളിരില എടുത്തിട്ട് എല്ലാവരും ഈ തോരൻ ഉണ്ടാക്കിയൊന്ന് നോക്കണം.
വളരെ ഗുണകരമായിട്ടുള്ള ഒരു തോരനാണ്. ഇപ്പോൾ ഷുഗറൊക്കെ അധിക വീടുകളിലുള്ള അമ്മമാർക്കും അച്ഛനമാർക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ഈ തോരൻ വെച്ച് കഴിക്കുന്നത് വളരെയേറെ ഗുണകരമാണ്. ഇപ്പോൾ ചക്ക നമ്മൾ ഉപയോഗിക്കാറുണ്ട്, വളരെയേറെ ഔഷധ ഗുണമാണല്ലോ ചക്കയ്ക്ക്. അതേ ഗുണം തന്നെയാണ് നമ്മുടെ ഈ പ്ലാവിലേക്കും. അപ്പോൾ ഷുഗറൊക്കെ കുറയ്ക്കാനോ ഒക്കെ വളരെ ഗുണകരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.